ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് സ്റ്റഡി പ്ലാൻ അല്ലേ. അപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ എന്തുകൊണ്ടാണ് എല്ലാവരും ഈ സ്റ്റഡി പ്ലാനിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ആ ഒരു ലേണിങ്ങിന് എന്ത് ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും? കാര്യമായിട്ട് എന്തോ ഒരു കാര്യമുണ്ട് അല്ലേ. അല്ലാതെ എല്ലാവരും എപ്പോഴും ഇങ്ങനെ സ്റ്റഡി പ്ലാൻ വെച്ച് പഠിക്കണം, അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നല്ലപോലെ പ്ലാൻ ചെയ്യുന്നൊരു കുട്ടിക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാനും എക്സാമിന് നല്ലപോലെ പെർഫോം ചെയ്യാനും പറ്റുന്നുണ്ടാകും. അതല്ലാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം അത് അത്രയധികം അങ്ങോട്ട് എത്തുന്നുണ്ടാവില്ല. അപ്പോൾ ഈ സ്റ്റഡി പ്ലാന് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു എഡ്യൂക്കേഷൻ പീരിയഡിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സ്റ്റഡി ചെയ്യുന്ന ഒരു സമയം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ഇനിയിപ്പോൾ നമ്മളുടെ ലൈഫിൽ ഇനിയിപ്പോൾ എന്തൊരു കാര്യമാണെങ്കിലും പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു പ്ലാൻ ഉണ്ടാക്കി നമുക്ക് ചിലപ്പോൾ അതിൽ കറക്റ്റായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം ചിലപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ തീരുന്നുണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് നമ്മളുടെ പ്ലാനിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ നല്ല മാറ്റം നമ്മളുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഈ ഒരു പീരിയഡിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ സ്റ്റഡി പ്ലാന് നമ്മുടെ ലൈഫിൽ കാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും എപ്പോഴും സ്റ്റഡി പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലായിടത്തും കേട്ടിട്ടുണ്ടാവുമല്ലേ സ്റ്റഡി പ്ലാൻ എന്നുള്ളത്. മിസ്സ് തന്നെ ഇപ്പോൾ കുറച്ച് അധികം നേരമായിട്ട് സ്റ്റഡി പ്ലാനിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുക? ഇത് വേറൊരാൾ ഉണ്ടാക്കി തരുന്ന സ്റ്റഡി പ്ലാൻ ആണോ ഞാൻ ഉപയോഗിക്കേണ്ടത്? അതോ ഞാൻ സെൽഫായിട്ട് എനിക്ക് വേണ്ടിയിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുകയാണോ ചെയ്യേണ്ടത്? മിസ്സ് പറയുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് ഏറ്റവും ബെസ്റ്റായിട്ട് ആർക്കും അറിയാൻ പറ്റുക? ശരിയാണ്, നമ്മുടെ പാരൻസിന് നമ്മളെക്കുറിച്ച് അറിയാം, നമ്മുടെ ടീച്ചേഴ്സിന് നമ്മളെക്കുറിച്ച് അറിയാം. പക്ഷെ അവരെക്കാളൊക്കെ കൂടുതൽ നിങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റുന്നത് നിങ്ങൾക്ക് തന്നെയായിരിക്കും അല്ലേ. നമ്മളുടെ സ്ട്രോങ് പോയിൻ്റ് എന്താണ്, നമ്മളുടെ വീക്ക് പോയിൻ്റ് എന്താണ്, ഞാൻ ഏത് സബ്ജക്റ്റിലാണ് നല്ല അടിപൊളിയായിട്ടുള്ളത്, ഞാൻ ഏത് സബ്ജക്റ്റിലാണ് കുറച്ച് പുറകോട്ടായിട്ടുള്ളത്, എനിക്ക് ഏത് സമയമാണ് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്, ഞാൻ എപ്പോഴാണ് പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നത് അല്ലേ, നമുക്ക് എന്താണ് ആവശ്യം, ഇതൊക്കെ നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അത് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്കാണ് അറിയുന്നത്. അപ്പം നമ്മൾ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ആൻഡ് ഉണ്ടാക്കും, യെസ് മിസ്, ഞങ്ങൾ എന്തായാലും ഈ വീഡിയോ ഒക്കെ കണ്ട് ഞങ്ങളെല്ലാവരും സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ, എൻ്റെ മക്കൾ അത് ഫോളോ ചെയ്യണം. നിങ്ങളതൊരാഴ്ച ഒരാഴ്ച നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കും. എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മിസ്സിനോട് തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് അറിയിക്കണം നിങ്ങൾക്കിത് യൂസ്ഫുള്ളായി എന്നുള്ളത്. ഇപ്പോൾ തന്നെ നിങ്ങൾ യെസ് മിസ് ഞങ്ങൾ ചെയ്തു, ഞങ്ങൾക്ക് എഫക്റ്റീവ് ആണ് എന്ന് നിങ്ങൾ പറയണമെന്നില്ല. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ ഇതനുസരിച്ച് പ്ലാൻ ചെയ്തു എന്നാണെങ്കിൽ അത് മിസ്സിനെ കമൻസിൽ അറിയിക്കുക. ആൻഡ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനർ തന്നെ ഒത്തിരി സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് എന്തിനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു മോഡൽ ഇങ്ങനെയൊക്കെ ആകണം എന്നുള്ള ഏകദേശം ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് തന്നെ അത് നമ്മൾ പറയാറുണ്ടത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് മാറ്റണം അല്ലേ. അപ്പോൾ നമ്മളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതാണ് മിസ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരു കുഞ്ഞു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് എഫക്റ്റീവ് ആകും എന്ന് മിസ് കരുതുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിനിയിപ്പോൾ നമ്മളുടെ മുന്നിലുള്ള എക്സാം ഏതാണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമാണ്. ഇനി നമ്മൾ കുറച്ചുകൂടി വലിയൊരു പ്ലാനാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ക്രിസ്മസ് എക്സാമിനാണ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്രിസ്മസ് എക്സാമിന് നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട്, നമുക്ക് എത്രയാണ് പഠിക്കാനുള്ള, ആ സിലബസ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പോൾ ക്രിസ്മസ് എക്സാമിനാണെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ ആയിട്ട് ഓണപരീക്ഷയ്ക്ക് പഠിച്ചത് കൂടാതെ എക്സ്ട്രാ ആയിട്ടൊരു 3 ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഓരോ സബ്ജക്ട്സിനെ നിങ്ങളത് ആദ്യം മാർക്ക് ചെയ്യുക. ഓക്കെ, എനിക്ക് ഈ ചാപ്റ്റേഴ്സൊക്കെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു പേപ്പർ പെൻ എടുത്തടിക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ മാർക്ക് ചെയ്യുക. എനിക്ക് ബയോളജിയിൽ ഇത്ര ചാപ്റ്റർ പഠിക്കാനുണ്ട്, കെമിസ്ട്രിയിൽ ഇത്ര ചാപ്റ്റർ പഠിക്കാനുണ്ട്, ആൻഡ് ഇംഗ്ലീഷിലാണെങ്കിൽ ഇത്ര, മാത്സിലാണെങ്കിൽ ഇത്ര, ഫിസിക്സിലാണെങ്കിൽ ഇത്ര എന്നിങ്ങനെ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ചാപ്റ്റേഴ്സിൻ്റെ പേരും അവിടെ എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ തന്നെ അതൊന്ന് അനലൈസ് ചെയ്യുക. ഇതിൽ ഞാൻ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്, ഞാൻ നല്ല വെൽ ക്ലിയർഡ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അതിന് നമ്മൾ എന്ത് ചെയ്യണം? നേരെ നമ്മളൊരു ടിക്ക് മാർക്ക് കൊടുക്കാം. യെസ്, ഇതിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്.
അങ്ങനെയുള്ള സബ്ജക്ട്സ് ആണെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, അതിന് നേരെയായിട്ട് നമുക്ക് അവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്കൊരു സമാധാനമായി അല്ലേ. അങ്ങനെ നിങ്ങൾ എല്ലാ സബ്ജക്ട്സും എല്ലാ ചാപ്റ്റേഴ്സും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും, ഞാൻ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു, എനിക്കിനി ആകെ കുറച്ച് ചാപ്റ്റേഴ്സേ പഠിക്കാനുള്ളൂ. അപ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലുള്ള ആ ഒരു ടെൻഷൻ, പേടി, കോൺഫിഡൻസ് ഇല്ലായ്മ, ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ആദി, അതൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ചില മക്കൾക്കൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നാണെങ്കിൽ നമ്മൾക്ക് തന്നെ നമ്മൾ റിയലൈസ് ചെയ്യാം. നമ്മൾ വെറുതെ കുഴപ്പമില്ല സാരമില്ല പേടിക്കണ്ട എന്നൊക്കെ നമുക്ക് പറയാം, പക്ഷേ നിങ്ങളാണത് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് റിയലൈസ് ചെയ്യാം, ഞാൻ ഇത്രയും ചാപ്റ്റേഴ്സ് എനിക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നമ്മൾ വേഗമായിട്ട് ഓരോ ചാപ്റ്റേഴ്സ് ഓരോ സമയത്തായിട്ട് പഠിച്ചു തുടങ്ങാനുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ തന്നെ സെറ്റ് ചെയ്യുക. എനിക്ക് ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇത്ര സമയം കിട്ടും, ഈ സമയത്ത് ഞാൻ ഏതാണ് പഠിക്കേണ്ടത്, ഈ സമയത്ത് ഞാൻ ഏത് ചാപ്റ്ററാണ് ഏത് സബ്ജക്റ്റാണ് കവർ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടുള്ള കുറച്ച് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് വെച്ച് തുടങ്ങാം, നമുക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് വെച്ച് തുടങ്ങാം. അപ്പം നമ്മൾക്ക് പതിയെ ആ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതല്ല തുടങ്ങുമ്പോൾ തന്നെ തീരെ ഭയങ്കര ടഫായിട്ടുള്ള നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് വെച്ച് തുടങ്ങുമ്പോൾ നമുക്ക് പിന്നെ മതി ഇത് എന്നെ കൊണ്ടാവില്ല എന്നുള്ളൊരു മൂഡാവും. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ തുടങ്ങി അപ്പം നമുക്ക് പതിയെ അതൊരു ഇൻട്രസ്റ്റ് ആയിട്ട് മാറും, പിന്നെ നമ്മൾ അങ്ങോട്ട് പഠിച്ചു പോകും. അപ്പം നമ്മൾ ആദ്യം തന്നെ കുട്ടികൾ ചെയ്യേണ്ടത് ഒരു സിലബസ് ഉണ്ടാക്കി വെക്കുക, അതിനനുസരിച്ച് നിങ്ങൾ ടൈം സെറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ ഇതെപ്പോൾ പഠിക്കുമെന്ന് തീരുമാനിക്കാം. രണ്ടാമതായിട്ട് നമ്മൾ ഈ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലേണിംഗ് സ്റ്റൈലാണ്. ഓക്കെ, ഞാനൊരിക്കലും മറ്റൊരാളെ പോലെ അല്ല, നമ്മൾ ഓരോരുത്തരും യുണീക്കാണ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർ പഠിക്കുന്നത് ഇങ്ങനെ നടന്നുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില ആൾക്കാർ എഴുതി പഠിക്കുന്നുണ്ടാകും, ചില ആൾക്കാർ വായിച്ച് പഠിക്കുന്നുണ്ടാകും, ചില ആൾക്കാർ അണ്ടർലൈൻ ചെയ്ത് പഠിക്കുന്നുണ്ടാവും, ചില ആൾക്കാർ രാത്രി പഠിക്കുന്നവരുണ്ടാവും, ചില ആൾക്കാർ രാവിലെ പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ എൻ്റെ മക്കളുടെ ലേണിംഗ് സ്റ്റൈൽ ഏതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് രാത്രി ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരാണ് നിങ്ങളൊരു നൈറ്റ് ഔളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ഒരു 2 മണി വരെയുള്ള സമയം പ്ലാൻ ചെയ്യാം. കാരണം 2 മണിക്ക് ശേഷം നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് പതിയെ വിശക്കാൻ തുടങ്ങും. നമുക്ക് വിശക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അടുക്കളയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും. നമ്മൾ കഴിക്കുന്നത് മിക്കവാറും ജങ്ക് ഫുഡ് ഐറ്റംസ് ആയിരിക്കും. അതായത് ചോറ് കറി നല്ല ഹെൽത്തി ആയിട്ടുള്ള കഴിക്കലല്ലേ, നമ്മൾ പെട്ടെന്നെടുത്ത് കിട്ടുന്നതല്ലേ കഴിക്കാൻ നോക്കുക. അങ്ങനെ നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറക്കം വരില്ല, പിന്നെ നമ്മുടെ ബോഡിക്ക് അത് ഡൈജസ്റ്റ് ചെയ്യണമല്ലോ അല്ലേ. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിങ്ങനെ കുറച്ചൊരു എനർജിയൊക്കെ ആയി, ഇനിയിപ്പോൾ മതി പഠിച്ചത്, കുറച്ച് ഫോണിൽ കളിക്കാം അല്ലേ, കുറച്ച് ഇൻസ്റ്റാഗ്രാമിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് നോക്കാം, സോഷ്യൽ മീഡിയയിൽ കയറി നോക്കാം. നമ്മളതിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകും, സമയം ഇങ്ങനെ പോകും, പഠിപ്പും നടക്കില്ല, നമ്മുടെ ഹെൽത്തിനും കേടാണ്, അത് നമ്മളുടെ നെക്സ്റ്റ് ഡേനെ വളരെ മോശമായിട്ട് ബാധിക്കും. അപ്പോൾ നിങ്ങൾ നൈറ്റിലാണ് പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 2 മണി വരെ നോക്കാം. ഇനി രാവിലെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരത്തെ കിടന്നിട്ട് ഒരു 10 മണിക്കൊക്കെ കിടന്നിട്ട് ഒരു 4 മണിക്കോ അല്ലെങ്കിൽ ഒരു 5 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സ്കൂളിൽ പോകുന്ന മുൻപ് വരെ നിങ്ങൾക്ക് ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡി ആവാൻ ഇപ്പോൾ എത്ര സമയം വേണമെന്ന് കൂടി നോക്കുക. അതാണ് മിസ് പറഞ്ഞത്, ഓരോരുത്തരുടെയും സ്റ്റഡി പ്ലാൻ വേറെ ആയിരിക്കും. ചില ആൾക്കാർ സ്കൂൾ അടുത്താണെങ്കിൽ ചിലപ്പോൾ 9 മണിക്ക് സ്കൂൾ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 8 മണിയാകുമ്പോൾ റെഡി ആവാൻ തുടങ്ങിയാൽ മതി, വേഗം നടന്നെത്താവുന്ന 10 മിനിറ്റിന് നടക്കാനുള്ളതാണെങ്കിൽ അവിടെ എത്തും. ചില ആൾക്കാർ സ്കൂൾ ദൂരെയാകുമ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ ഇറങ്ങേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു ടൈം പ്ലാൻ ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് നിങ്ങളോട്, നമ്മളുടെ സ്റ്റഡി പ്ലാൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ കണ്ടിട്ട്, അല്ലെങ്കിൽ അവൻ ആ സ്കൂളിലെ ടോപ്പർ അവനാണെങ്കിൽ ക്ലാസ്സിലെ ടോപ്പർ അവളാണ് എന്ന് അവളെ നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, അവളുടെ ടൈം ടേബിൾ എങ്ങനെയാണെന്ന് ചോദിക്കാം, അവളുടെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണെന്ന് ചോദിക്കാം, എന്നാൽ ഞാൻ അതേപോലെ ചെയ്യാം. അതൊരിക്കലും എൻ്റെ മക്കളെ ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഐഡിയയ്ക്ക് വേണ്ടി മനസ്സിലാക്കാം അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. നമ്മൾ അതേപോലെ ചെയ്ത് അവരായിട്ടോ അവൻ അങ്ങനെയാണ് ചെയ്യുന്നതെന്നാൽ ഞാനും ഇങ്ങനെ, അവളിങ്ങനെയാണ് ചെയ്യുന്നത് ഞാനും ഇങ്ങനെ, ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് അവരുടെ സെയിം കാര്യങ്ങൾ നമ്മളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കരുത്. കാരണം ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ കമ്പാരിസൺ ഒഴിവാക്കിയിട്ട് നമ്മളെക്കൊണ്ട് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്താൽ മതി. നിങ്ങളുടെ ബെസ്റ്റ് അല്ലേ, എല്ലാവർക്കും ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് അടിക്കാൻ പറ്റുമോ? പറ്റില്ല, അത് ഒരാളെ ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് നമ്മളുടെ തന്നെ ബെസ്റ്റ് ആയിക്കൂടെ, ഓരോ തവണയും അതിനെ നമുക്ക് ഓവർകം ചെയ്തൂടെ, നമ്മളുടെ തന്നെ ഒരു ബെറ്റർ വേർഷൻ ആയിക്കൂടെ? തീർച്ചയായിട്ടും പറ്റും. ഓക്കെ, അത് നിങ്ങളെക്കൊണ്ട് എല്ലാവരെക്കൊണ്ടും പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ എൻ്റെ മക്കൾ ഫോക്കസ് ചെയ്യാം. പിന്നെ
നമ്മൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ആണെങ്കിൽ നിങ്ങൾ ആ ക്രിസ്മസ് എക്സാമിന് വേണ്ടി പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിക് എക്സാം ആണെങ്കിൽ നമ്മൾക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി അല്ലേ. നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഇപ്പോൾ ക്രിസ്മസ് എക്സാമിന് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ആ ചാപ്റ്റേഴ്സ് എപ്പോൾ കഴിയണം? എക്സാമിൻ്റെ തലേന്ന് കഴിയുന്നത് ആ ഒരു രീതിയിലാണ്. അപ്പോൾ എക്സാം നാളെ ആണെങ്കിൽ ഇന്ന് രാത്രി വരെ ഞാൻ പഠിക്കാൻ വെക്കണോ? ഒരിക്കലും അങ്ങനെ പ്ലാൻ ചെയ്യരുത്. കാരണം ഇപ്പോൾ നമുക്ക് ഡിസംബറിലാണ് നമ്മളുടെ എക്സാം എങ്കിൽ നവംബറിൽ അല്ലെങ്കിൽ ഒരു ഡിസംബർ ഫസ്റ്റ് വീക്കിനുള്ളിലെങ്കിലും നമ്മളുടെ ചാപ്റ്റേഴ്സ് തീരുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ കുറേ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടാകുമ്പോൾ ഞാൻ കുറേ നേരം പഠിക്കേണ്ടി വരില്ലേ? പഠിക്കേണ്ടി വരും. കാരണം മക്കളെ, നമ്മൾ ഇത്രയും കാലം നമ്മൾ പഠിക്കേണ്ടിയിരുന്ന സമയത്ത് പഠിച്ചിട്ടില്ല. അപ്പോൾ ഇനിയുള്ള സമയം നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എടുത്തേ പറ്റൂ. ഓക്കെ, അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇനി നവംബർ ഒരു മാസം മാത്രമല്ലേ ഉള്ളൂ, ആ മാസം കൊണ്ട് എനിക്ക് പഠിച്ച് തീർക്കാൻ പറ്റുമോ? നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് കംപ്ലീറ്റ് കൊടുക്കുക. അതുതന്നെ ഇനി എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ടു ലാസ്റ്റ് അങ്ങനെ അഴിച്ചു പെറുക്കി പഠിക്കുകയല്ലാതെ കുറച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത് വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോകണമെന്നല്ല, കോൺസെപ്റ്റ് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു രീതിയിലേക്ക് പ്ലാൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ടൈമിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എല്ലാം പഠിച്ചു തീർക്കും ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട്, എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ ടൈമിങ്ങിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ എന്തിനാണ് ഞങ്ങളിങ്ങനെ നവംബറിനുള്ളിൽ എല്ലാം തീർക്കുന്നത്? ഡിസംബറിലുണ്ടല്ലോ, ഡിസംബർ ലാസ്റ്റൊക്കെ ആയതുകൊണ്ടല്ലേ എക്സാം വരിക. പക്ഷേ മക്കളെ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റിവിഷൻ. കാരണം കുറേ ആൾക്കാർ പറയുന്നത് മിസ്സ് കേട്ടിട്ടുണ്ട്, മിസ്സ് എല്ലാം നല്ല പോലെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഓർമ്മ കിട്ടുന്നില്ല. വൈ? എന്തുകൊണ്ടാണ് ഓർമ്മ കിട്ടാത്തത്? കാരണം അതൊരു സിംഗിൾ സർക്യൂട്ടിൽ പാസ് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മളുടെ മെമ്മറി സ്ട്രോങ് ആവണമെങ്കിൽ, ലോങ് ടേം മെമ്മറി ആയിട്ട് മാറണമെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു സർക്യൂട്ട് നമ്മളിങ്ങനെ ചിന്തിച്ചെടുക്കണം, റിവിഷൻ ചെയ്യണം. ഓക്കെ, ഇപ്പം നമ്മൾ പറയാറില്ല ഒത്തിരി നടന്ന വഴി ഭയങ്കര ക്ലിയർ ആയിരിക്കും അല്ലേ, അല്ലാത്ത വഴി കാട് പിടിച്ച് കിടക്കും. നമ്മൾ ഒരു തവണ മാത്രമേ അതിലൂടെ പോയിക്കൊണ്ടിരുന്നിട്ടുള്ളൂ എങ്കിൽ ഒരു തവണ നമ്മളൊരു കാട്ടിലൂടെ പോയി, ആ വഴി നമുക്ക് ക്ലിയർ ആയിരിക്കുമോ? ഒരിക്കലുമില്ല. എപ്പോഴും പോയിക്കൊണ്ടിരുന്ന വഴിയാണ് ക്ലിയർ ആവുക. അപ്പോൾ അതേപോലെ നമ്മളുടെ ബ്രെയിനിൽ നിങ്ങൾ ഓരോ തവണ പഠിക്കുമ്പോഴും ഒരു പുതിയ മെമ്മറി ഉണ്ടാവുമ്പം ഒരു പുതിയ ഇലക്ട്രിക്കൽ സർക്യൂട്ടാണ് ഉണ്ടാവുന്നത്. ആ ഒരു സർക്യൂട്ട് നിങ്ങളിങ്ങനെ റീകോൾ ചെയ്യുമ്പം, റിവിഷൻ്റെ സമയത്ത് റീകോൾ ചെയ്യുമ്പോഴാണ് അത് ലോങ് ടേം മെമ്മറി ആവുക. അപ്പോൾ റിവിഷൻ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ലേണിങ്ങിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്. പഠിച്ചതുകൊണ്ട് കാര്യമില്ല അല്ലേ, പഠിച്ചത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റണമെങ്കിൽ നമ്മളത് റിവൈസ് ചെയ്യണം. സോ നമ്മൾ എന്തിനാണ് എക്സാമിന് ഒരു മാസം മുൻപ് ഇത് പഠിച്ച് തീർക്കണം, സിലബസ് കവർ ചെയ്യണം എന്ന് പറയുന്നത്? അതിൻ്റെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ, വി നീഡ് റിവിഷൻ ടൈം. അത് നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സമാധാനത്തോടെ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 1-2 തവണ നമുക്ക് റിവിഷൻ ചെയ്യണം. അപ്പോൾ നവംബറിൽ ഇപ്പോൾ ക്രിസ്മസ് എക്സാം ആണെങ്കിൽ നമ്മൾ നവംബറിൽ പോർഷൻസ് തീർക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തെങ്കിൽ ഡിസംബർ ഒരു 1st and 2nd വീക്കോടുകൂടി നമ്മൾ ഒന്നുകൂടി ഈ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യും. റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓർത്തെടുക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഇങ്ങനെ വായിച്ചു പോവല്ല. അങ്ങനെ വായിച്ചു പോയിക്കൊണ്ടുള്ള റിവിഷൻ എന്താ പറ്റുകയെന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിന് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഓർത്തെടുക്കേണ്ടി വരുന്നില്ല, സംഭവം കയ്യിലുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ റീകോളിംഗ് എന്ന് പറയുന്ന മെത്തേഡിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ ചെയ്യാം. അതിനുശേഷം എക്സാം ടൈമിൽ പിന്നെ നിങ്ങളൊന്ന് ഓടിച്ച് വായിച്ചു കഴിഞ്ഞാൽ സെറ്റ്. ഓക്കെ, അപ്പോൾ റിവിഷൻ ടൈമിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ ടൈം വെക്കണം. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്യുക, ഡ്രോപ്പ് ചെയ്യാതിരിക്കുക. സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി ഞാൻ ഒരാഴ്ച, മിസ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരാഴ്ച പഠിച്ചിട്ട് മിസ്സിനെ അറിയിക്കണം, ഒരാഴ്ച ഞാൻ അടിപൊളിയായിട്ട് പഠിക്കും മിസ്സ്, എൻ്റെ സ്റ്റഡി പ്ലാൻ പോലെ തന്നെ ഞാൻ പഠിക്കും, തീർന്നു. കാര്യമുണ്ടോ? കാര്യമില്ല. ആ ഒരു വീക്ക് നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടും ഉണ്ടാവും, പിന്നെ നമ്മളത് കഴിഞ്ഞു. അപ്പം നമ്മളുടെ ഗോൾ അറ്റൈൻ ചെയ്തോ നമ്മൾ? ഇല്ല. അപ്പം നമ്മളത് എന്താക്കി മാറ്റും? ഒരു ഹാബിറ്റാക്കി മാറ്റുക അല്ലേ. നമുക്ക് ചിലപ്പോൾ ഉറങ്ങുന്ന ശീലം, നമുക്ക് ഇത്ര സമയമാകുമ്പോൾ നമുക്ക് താനേ ഉറക്കം വരും, കാരണം നമ്മളത് എപ്പോഴും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ റെഡിയാക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്ക് ഏതാണ് എഫക്റ്റീവായ സമയമെന്ന്. നിങ്ങളിപ്പോൾ 7 മണി മുതൽ 10 മണി വരെ പഠിക്കുന്നൊരു കുട്ടിയാണെങ്കിൽ ആ സമയത്ത് എപ്പോഴും പഠിക്കുക. നമ്മൾ യൂട്യൂബ് ക്ലാസ്സസ് അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിലർ ക്ലാസ് നമ്മൾ എന്തിനാണ് ഒരു സമയത്തേക്ക് മാത്രം എപ്പോഴും ഷെഡ്യൂൾ ചെയ്യണേ?
അപ്പോൾ നമ്മുടെ ബാച്ചിലർ ക്ലാസ് ആണെങ്കിൽ നമ്മൾ നിങ്ങളോട് പറയണത് നിങ്ങൾ 5:30-ക്കുള്ളിൽ എന്ത് ചെയ്യണം, ബാച്ച് ക്ലാസ്സുകൾ കാണണം, എല്ലാ ദിവസവും ആ സമയത്ത് നമ്മൾ കാണണം. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ലൈവ് ആണെങ്കിൽ 7:30 അല്ലെങ്കിൽ 6 ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് എന്തിനാണ് നമ്മൾ വെക്കുന്നത്, അത് നിങ്ങൾക്കൊരു ഹാബിറ്റായിട്ട് മാറണം. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്താണ്, ആ സമയത്ത് പഠിക്കുക എന്നുള്ള കാര്യത്തിന് വേണ്ടി ടോൺഡ് ആവും. അപ്പോൾ നമുക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും നമ്മൾ വരില്ല, ഇത് പഠിക്കുന്ന സമയമാണെന്ന് ബ്രെയിനിന് മനസ്സിലാവും. റെഡി? അപ്പോൾ അത് അങ്ങനെ തന്നെ പ്ലാൻ ചെയ്യുക. എപ്പോഴും ഒരു സമയം രാവിലെ പഠിച്ച് അടുത്ത ദിവസം രാത്രി, അടുത്ത സമയം ഉച്ച, വൈകുന്നേരം, അങ്ങനെ മാറ്റാതെ നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ഒരു ഫിക്സഡ് ടൈം വെക്കുക. ദെൻ ബ്രേക്ക്. നമ്മളുടെ ബ്രെയിൻ ഒരു പാവമാണ്. അപ്പോൾ ആളെ എപ്പോഴും നിങ്ങളിങ്ങനെ പഠിപ്പിച്ച് വെക്കാതെ, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രം സമയം വെക്കാതെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞ് ബ്രേക്സ് കൂടി നമ്മളുടെ സ്റ്റഡി പ്ലാനിൽ പ്ലാൻ ചെയ്യുക. കാരണം അതില്ല എങ്കിൽ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ, ബ്രെയിന് റെസ്റ്റ് എടുക്കുന്ന സമയമല്ലേ, പ്രത്യേകിച്ച് നമ്മൾ ഉറങ്ങുമ്പോഴല്ലേ നമ്മൾ മിനിമം ഒരു 6 hours ഹെൽത്തി സ്ലീപ്പ് വേണമെന്ന് പറയുന്നതിന് കാരണം, നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിൻ ഉറങ്ങുന്നില്ല. അപ്പോഴാണ് നമ്മൾ അന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് അത് മെമ്മറി ആക്കി മാറ്റി നമ്മുടെ ബ്രെയിൻ അവിടെ സ്റ്റോറിങ് നടക്കുന്നത് അപ്പോഴാണ്. അപ്പോൾ ആ ഒരു സമയം നമ്മളുടെ ബ്രെയിനിന് പ്രോസസ്സിങ് ടൈം കൊടുത്തിട്ടില്ലെങ്കിൽ ഈ പഠിച്ചതൊക്കെ വേസ്റ്റാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ഒരു ടൈമിംഗ് പ്ലാൻ ചെയ്യുക നമ്മളുടെ റെസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളൊരു 1 hour പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 10 minutes ബ്രേക്ക് എടുക്കുക. മാക്സിമം ഒരു 45 minutes നിങ്ങൾ വളരെ കോൺസെൻട്രേഷനോടുകൂടി പഠിക്കുന്നുണ്ടെങ്കിൽ ദെൻ ഒരു 5 minutes അല്ലെങ്കിൽ 10 minutes ബ്രേക്ക്. ആ ബ്രേക്കിനൊരു പ്രത്യേകതയുണ്ട്, സോഷ്യൽ മീഡിയ നിങ്ങൾ ബ്രേക്ക് ടൈമിന് വേണ്ടി യൂസ് ചെയ്യരുത്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ ബ്രേക്ക് ടൈം കൊടുക്കുന്നത് എൻ്റെ ബ്രെയിൻ ഈ ഒരു സമയം കഴിഞ്ഞ് ഇതിലും എനർജിയോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് റീൽസ് അല്ലേ, ഇങ്ങനെ കണ്ട് ഒന്നുകൂടെ ഇങ്ങനെ പോകും. നമ്മുടെ സമയം പോകുന്നതേ അറിയില്ല. 5 minute ബ്രേക്ക് ഇരുന്ന ആൾ ചിലപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞായിരിക്കും റിയലൈസ് ചെയ്യുന്നത്, എന്താണ്, ഞാൻ കുറച്ചധികം സമയം ബ്രേക്ക് എടുത്തു. പിന്നെ നമ്മുടെ ബ്രെയിനിന് എന്താണ്, മാറി, ആ ഒരു മൂഡ് മാറി അല്ലേ, മൂഡ് പോയി എന്നൊക്കെ പറയുന്ന പോലെ ബ്രെയിനിന് മൂഡ് പോവും. നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ബ്രെയിനിന് റെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ പുതിയ ഇൻഫർമേഷൻസ് വീണ്ടും കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ബ്രേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബ്രെയിനിനെ കുറച്ചുകൂടി എനർജറ്റിക് ആക്കുന്ന രീതിയിൽ ഒന്ന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങുക, ഒന്ന് കുറച്ചൊരു മുറ്റത്തൊക്കെ ഒന്ന് നോക്കുക, കുറച്ച് അച്ഛനും അമ്മയോടൊക്കെ ഒന്ന് സംസാരിക്കുക, അങ്ങനെ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യുക. അതല്ല, നിങ്ങൾ കുറച്ച് അധികം നേരം പഠിച്ച ആൾക്കാരാണ്, നിങ്ങൾക്ക് വല്ലാതെ ടയേർഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പവർ നാപ്പ് എടുക്കുക, ഒരു 20 minutes ഒരു നാപ്പ് എടുക്കുക. അതൊക്കെ ഒരു ഫുൾ ഡേയിലായിരിക്കും കുറച്ചുകൂടി എഫക്റ്റീവ് ആവുക. അപ്പം സ്കൂൾ വിട്ട് വന്ന് നിങ്ങൾ ഒരു പവർ നാപ്പ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര സമയം പോയി കിട്ടും. അപ്പോൾ ഒരു ഫുൾ ഡേ ഒക്കെ, ഒരു സൺഡേ ഒക്കെയാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ പവർ നാപ്പൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ബ്രേക്ക് ടൈം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടുള്ള സമയമാകരുത്, നിങ്ങളുടെ ബ്രെയിനിനെ എനർജറ്റിക് ആക്കാൻ വേണ്ടിയിട്ടുള്ള സമയമായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ ബ്രേക്ക് ഇൻക്ലൂഡ് ചെയ്യുക, ബട്ട് നോട്ട് ഫോർ സോഷ്യൽ മീഡിയ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എൻ്റെ മക്കൾ ചെയ്ത് നോക്കുക, ആ ഒരു രീതിയിലൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു എക്സാം ടൈം കൂടെ ആയല്ലേ, ഇത് നിങ്ങളെ ഏറ്റവും ഹെൽപ്ഫുള്ളാക്കും. അപ്പോൾ അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കണം, വർക്കൗട്ട് ചെയ്ത് നോക്കണം. സോ ചെയ്ത് നോക്കിയിട്ട് എഫക്റ്റീവ് ആയെങ്കിൽ മിസ്സിനെ അറിയിക്കാം. ഓക്കെ.